ബാറക്ക്മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. തലകളെ വണങ്ങാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രവാചകനായ ആമോസിനെ കുറിച്ചും ആമോസിനാൽ രചിക്കപ്പെട്ട പ്രവചന ഗ്രന്ഥത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നത്. നമ്മുടെ കർത്താവ് രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സൂചനകൾ ആമോസിന്റെ പുസ്തകത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്നത് ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്താണ്. 9-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വചനം മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് വരുവാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് പ്രവചിച്ച ശേഷം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശയെക്കുറിച്ച് വളരെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. വിശേഷിച്ചും 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിലെന്ന പോലെ പണിയുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവിൽ കൂടെയുള്ള ദൈവജനത്തിൻ്റെ മഹത്തായ വീണ്ടെടുപ്പിനെ യാതൊരു അവ്യക്തതയും കൂടാതെ പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് വേദ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ആമോസ് കർക്കശമായ ഭാഷയിൽ വിവരിക്കുന്ന അതിഭീകരമായ ന്യായവിധിയെക്കുറിച്ചുള്ള പരാമർശനങ്ങൾക്ക് മധ്യേ തന്നെ തിരുവെഴുത്തുകളിൽ ഏതു ഭാഗത്തുള്ളതിലും വെച്ച് ഏറ്റവും വ്യക്തമായ രീതിയിൽ ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് 9-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അബ്രാഹാമിൽ കൂടിയും ദാവീദിൽ കൂടിയും ദൈവം ഇസ്രായേലിനോട് ചെയ്തിരുന്ന ഉടമ്പടി മശിഹായുടെ വരവോടുകൂടി നിറവേറുന്നതിനെ പറ്റി 5 വാക്യങ്ങളുടെ പരിധിക്കുള്ളിൽ ആമോസ് പ്രവാചകൻ വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. യഹൂദ രാജ്യത്തിലുള്ള തൻ്റെ ജന്മദേശം വിട്ട് ഇസ്രായേലിൽ ചെന്ന് അപ്രീതിജനകമായ ഒരു സന്ദേശം ഇസ്രായേൽ ജനങ്ങളെ അറിയിക്കുവാനുള്ള വിളിയാണ് ആമോസ് പ്രവാചകനുണ്ടായത്. സുഖലോലുപരായിരുന്ന ഇസ്രായേൽ ജനത്തിന് ന്യായവിധിയുടേതായ ആമോസിന്റെ പ്രവചനം അസംഭവ്യവും തന്മൂലം അസ്വീകാര്യവുമായിട്ടാണ് തോന്നിയതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. 1-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലെ ആമുഖ പ്രസ്താവന കഴിഞ്ഞാൽ 4 പ്രധാന ഭാഗങ്ങളാണ് ആമോസിന്റെ പ്രവചന ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് 1-ാമത്തെ വിഭാഗം ആമുഖമായ പ്രസ്താവനയാണ്. അതായത് 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 8 ന്യായവിധികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ദമ്മേശക്, ഗസ, സോർ,
ഏദോം, അമ്മോന്യർ, മോവാബ്, യഹൂദ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ മേൽ വരുവാനിരിക്കുന്ന 8 ന്യായവിധികളെക്കുറിച്ചാണ് നാം രണ്ടാമത്തെ ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 8 ന്യായവിധികളെക്കുറിച്ചുള്ള വിവരണം നാം കാണുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ന്യായവിധിയെക്കുറിച്ചുള്ള 3 പ്രഭാഷണങ്ങളാണ്. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ന്യായവിധിയെക്കുറിച്ചുള്ള ഈ ചിത്രീകരണം നാം കാണുന്നത്. 4-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ന്യായവിധിയുടെ 5 ദർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആമോസിന്റെ പ്രവചന ഗ്രന്ഥം 7-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വചനം മുതൽ 7-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം മുതൽ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ ദർശനങ്ങൾ നാം വായിക്കുന്നത്. വെട്ടുകിളി, തീ, തൂക്കുകട്ട, കൊട്ടയിലെ പഴം, അടിക്കപ്പെടുന്ന പോതിക, വാതിലിൻ്റെ മേൽപ്പടി എന്നിങ്ങനെ ദർശനങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 5-ാമത്തെ വിഭാഗം വീണ്ടെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള 5 മഹത്തായ വാഗ്ദാനങ്ങളാണ്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെയാണ് ഈ വിവരങ്ങൾ നാം കാണുന്നത്. ദൈവം തൻ്റെ അദൃശ്യമായ വലുതുകരം നീട്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അതുവരെയും ദൈവം തൻ്റെ കരുത്തേറിയ കരത്തിൽ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.